ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പത്തരമാറ്റ് സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന് അനിയുടെയും അനാമികയുടെയും വിവാഹം ആ ഒരു ബന്ധം വേർപെടുത്തിയിരിക്കുകയാണ് ഇന്ന് കോടതി കേട്ടോ. അപ്പൊ അനിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ടെന്നുണ്ടെങ്കിലും വിവാഹബന്ധം വേർപെടുത്തിയത് തന്നെ നമ്മുടെ നന്ദുവായിട്ട് ഒന്നാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നന്ദുവായിട്ട് ഒന്നാവാനായിട്ട് ഒരിക്കലും സാധിക്കില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോഴേക്കും അനിയുടെ മുഖമൊക്കെ ആകെ മാറുന്നുണ്ട് കേട്ടോ. കോടതിയിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും നവീൻ അതിനെക്കുറിച്ച് പറയുന്നുമുണ്ട്. അതെ, ഞാൻ നിന്റെ കാര്യങ്ങളൊക്കെ സാധിച്ചു തന്നു, ഇനി അടുത്തത് എൻ്റെ ഊഴമാണ്. എൻ്റെ അമ്മയടുത്ത് ഞാൻ ഇതുവരെ നന്ദുവിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. പറയുമ്പോൾ ഒരു പൊട്ടിത്തെറി പ്രതീക്ഷിക്കാം, പക്ഷേ അതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തേണ്ടത് നീയും നിന്റെ വീട്ടുകാരാണ്. പറഞ്ഞത് മനസ്സിലായല്ലോ. അമ്മ അങ്ങനെ എങ്ങാനും ബഹളം ഉണ്ടാക്കുകയാണെങ്കിൽ നീ നിന്റെ മുത്തശ്ശനെയും കൂട്ടിക്കൊണ്ട് എൻ്റെ വീട്ടിലൊന്ന് വന്ന് സംസാരിക്കണം. എന്നിട്ടും നിന്റെ അമ്മ സമ്മതിച്ചില്ലെങ്കിൽ എന്തു ചെയ്യും എന്ന് അനു ചോദിക്കുമ്പോൾ നവീൻ പറയുന്നുണ്ട്, അമ്മ സമ്മതിച്ചില്ലെങ്കിൽ ഇനി ഒന്നും ചെയ്യാനില്ലതേ, ഞാൻ ഇവളെ അമ്മയെ ധിക്കരിച്ച് അങ്ങോട്ട് വിവാഹം കഴിക്കും. നന്ദു, ഞാൻ നിന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നന്ദുവിനെയും കൂട്ടിക്കൊണ്ട് നവീൻ അവിടെ നിന്ന് പോവാണ്. അനിക്കാണെങ്കിൽ ആകെ വിഷമമാവാട്ടോ. ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നത്. എന്തായാലും അനിയുടെ നന്ദുയുടെ അങ്ങനെയൊക്കെ നടക്കുന്ന സമയത്ത് ഇവിടെ നവ്യ നല്ലവളാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി പോകാണ് ആദർശും അതുപോലെ തന്നെ നയനയും കൂടി ചേർന്നിട്ടോ. അങ്ങനെ സേവ്യറിന്റെ കയ്യിൽ ആദർശ് നമ്പർ കൊടുത്തിരുന്നല്ലോ നവ്യയുടെ. ആ നമ്പറിൽ നിന്ന് ആരൊക്കെ വിളിക്കുന്നുണ്ട്, എവിടേക്ക് പോകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് അങ്ങനെ സേവ്യർ ആദർശിനെ വിളിക്കാണ്. ഹലോ എടാ ആദർശേ, നീ തന്നിരുന്ന നിന്റെ നമ്പർ ഉണ്ടല്ലോ, നിന്റെ വൈഫിന്റെ ചേച്ചിയുടെ നമ്പർ, അത് ട്രാക്ക് ചെയ്തിരുന്നു കേട്ടോ. സോറിടാ, കുറച്ച് തിരക്കായിപ്പോയി, അതുകൊണ്ടാ 2 ദിവസം വേണ്ടി വന്നത്. ഓ, അതൊന്നും സാരമില്ലടാ, ഇത് അത്ര വലിയ അത്യാവശ്യം ആയിട്ട് അർജന്റ് ആയിട്ടുള്ള കാര്യമൊന്നുമില്ല. നിനക്ക് സമയമുള്ളപ്പോൾ ചെയ്തു തന്നാൽ മതിയായിരുന്നു. എന്നിട്ട് നീ അത് ചെയ്തോ? ചെയ്തു. അതെ, അത് കുറച്ച് നേരിട്ട് പറയേണ്ട കാര്യമാണ്, ഫോണിൽ കൂടി പറഞ്ഞാൽ ശരിയാവില്ല. നീ ഒരു കാര്യം ചെയ്, വൈഫിനെ കൂട്ടണമെന്നില്ല, നീ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുമോ? അതിനെന്താടാ, ഞാൻ ഇപ്പൊ തന്നെ വരാം എന്ന് ആദർശ് പറയുന്നുണ്ട്. ആദർശ് ഫോൺ വെച്ച് കഴിയുമ്പോഴേക്കും നയന വരുന്നുണ്ട്. ആരാ ആദർശായിട്ടാ വിളിച്ചത്? അത് നമ്മുടെ സേവിയറാണ്. നമ്മൾ കൊടുത്തിരുന്ന ചേച്ചിയുടെ നമ്പർ ട്രാക്ക് ചെയ്തോ? എന്നിട്ട് അതിനെന്തെങ്കിലും തെളിവ് കിട്ടിയോ? അതിനെക്കുറിച്ചൊക്കെ നേരിട്ട് പറയാന്നാ അവൻ പറഞ്ഞത്. ഞാൻ എന്തായാലും പോയിട്ട് വരാം. അയ്യോ ആദർശേട്ടാ, ഞാനും കൂടി വരട്ടെ, എനിക്ക് ഇവിടെ ഇരുന്ന ഇനി ഒരു സമാധാനം കിട്ടില്ല. എടോ, ഈ സമയത്ത് താനിങ്ങനെ യാത്ര ചെയ്യല്ലേ, ഓവറായിട്ടോ നയനെ താൻ ഈ യാത്ര ചെയ്യണത്. അതൊന്നും കുഴപ്പമില്ല, ഈ കാര്യമേ ആദർശേട്ടൻ വന്ന് പറയണ വരെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഇവിടെ നിന്ന് ടെൻഷൻ ആവണേക്കാൾ നല്ലത് അവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ അറിയുന്നതല്ലേ. ശരി, നമുക്ക് പോയിട്ട് വരാം. അതെ, ഇവിടെ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിലേ തനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും കഴിക്കാൻ ഒരു ആഗ്രഹം തോന്നി, അതുകൊണ്ട് പുറത്തൊരു ഹോട്ടലിൽ പോകണമെന്ന് പറഞ്ഞാൽ മതി. ശരി എന്ന് പറയാണ്. രണ്ടുപേരും കൂടി അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ദേവയാനി ചോദിക്കണ്ട്, അല്ല രണ്ടുപേരും കൂടി ഇത് എങ്ങോട്ടേക്കാ പോകുന്നത്? അതോ ഇയാൾക്ക് പെട്ടെന്ന് ഒരു ഷാർജ ഷേക്ക് കുടിക്കണോന്ന്. ഷാർജ ഷേക്കോ? മോൾക്ക് അത് എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? ഞാനുണ്ടാക്കി തരായിരുന്നല്ലോ. അയ്യോ അമ്മേ, അതെ ഇവിടെ ഉണ്ടാക്കണ ഷാർജ ഷേക്ക് അല്ല, അതെ ഈ പുറത്തേതോ ഒരു രാജ്യത്ത് ഉണ്ടാക്കുന്ന ഒരു ഷാർജ ഷേക്കാണേ. അത് നമ്മുടെ ഇവിടുത്തെ ഒരു കടയിൽ കിട്ടും. അത് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് അല്ലേ അമ്മേ? അങ്ങനെ. ഓ, എന്നാലും എടാ നോക്കിയും കണ്ടൊക്കെ വാങ്ങിച്ചു കൊടുക്കട്ടോ മോൾക്ക്. അതൊക്കെ ഞാൻ നോക്കിയും കണ്ടൊക്കെ വാങ്ങിച്ചു കൊടുക്കുള്ളൂ. അമ്മ ടെൻഷനൊന്നും ആവണ്ട. നിങ്ങൾ പോയിട്ട് ഇപ്പൊ തന്നെ വരില്ലേ? ഊണ് കഴിക്കാൻ സമയമാകുമ്പോഴേക്കും ഉണ്ടാവില്ലേ? അതോ ഊണൊന്ന് പുറത്തുനിന്നാണോ? അല്ലല്ല, അമ്മ ഉണ്ടാക്കിയ മീനും ചോറൊക്കെ കഴിക്കാൻ വേണ്ടി ഉച്ചക്ക് മുമ്പേ ഞങ്ങൾ ഇങ്ങോട്ട് എത്തും എന്ന് നയനെ പറയണ്ട. അങ്ങനെ നയനെ ആദർശോടൊന്ന് പോവാട്ടോ. രണ്ടുപേർക്കും എന്തൊരു കള്ളത്തരുണ്ടല്ലോ എന്ന് ദേവയാനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. രണ്ടുപേരും കൂടി പോകുന്നത് ഷാജശയെ കുടിക്കാനൊന്നല്ല, വേറെന്തോ കാര്യത്തിലാണെന്ന് ദേവയാനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടോ. രണ്ടുപേരും കൂടി സേവ്യറിന്റെ അടുത്തേക്ക് പോവാണ്. സേവ്യറോട് ചോദിക്കണ്ടേ, എന്താടാ നീ നേരിട്ട് തന്നെ പറയണോന്ന് പറഞ്ഞത്? അതോ നിന്റെ ചേച്ചിയുടെ നമ്പറിൽ നിന്ന്, അതായത് നയനയുടെ ചേച്ചിയുടെ നമ്പറിൽ നിന്ന് മിക്കപ്പോഴും കോള് പോകുന്ന ഒരേ ഒരു നമ്പറിലേക്കാണ്. അതൊരു പ്രൈവറ്റ് നമ്പറാന്ന് പറഞ്ഞിട്ടാ ഇതിൽ കാണിക്കുന്നത്. പ്രൈവറ്റ് നമ്പറോ? അതെ, ഒരു പ്രൈവറ്റ് നമ്പറിന്റെ മെസ്സേജ് ആയിട്ടും കോളുകളായിട്ടും ഡെയിലി പോകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ വേറെ ആരെയും വിളിക്കുന്നതായിട്ട് ആക്ച്വലി ഇതിൽ കാണിക്കുന്നില്ല. എന്നിട്ട് ആ പ്രൈവറ്റ് നമ്പർ നിനക്ക് കിട്ടിയോ? പ്രൈവറ്റ് നമ്പർ അങ്ങനെ കിട്ടാൻ പാടാടാ, പക്ഷേ അത് എവിടെ നിന്നുള്ള ലൊക്കേഷനിലുള്ള നമ്പറാന്ന് എനിക്ക് മനസ്സിലായി. അവർ തമ്മിൽ നേരിട്ട് കാണുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഈ പ്രൈവറ്റ് നമ്പർ എന്ന് പറഞ്ഞ നമ്പറും ഈ നവ്യ എന്ന് പറഞ്ഞ ചേച്ചിയുടെ നമ്പേഴ്സും തമ്മിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് അവർ രണ്ടും അടുത്തടുത്ത ലൊക്കേഷനിൽ എവിടെയോ വെച്ച് കാണാറുണ്ടെന്ന് സാര്. ഈ പ്രൈവറ്റ് നമ്പർ തന്നെയായിരിക്കും നവ്യെ നമ്മളെ സഹായിക്കണതും. എനിക്കിപ്പോ സംശയമുണ്ട്. പിന്നെ ഈ പ്രൈവറ്റ് നമ്പർ കൂടുതൽ ഡീറ്റെയിൽസ് എഴുതിയപ്പോ അത് വിദ്യ എന്ന് പറഞ്ഞ ആരുടെ ഒരു നമ്പറാ. ആരാ വിദ്യ എന്ന് ചോദിക്കുമ്പോൾ നയനെ പറയണ്ട്, അത് നവ്യ ചേച്ചിയുടെ ഒരു ഫ്രണ്ടാണ്, ബെസ്റ്റ് ഫ്രണ്ട്, കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാണ്. ഓ, അപ്പോ ചേച്ചിനെ സഹായിക്കണത് കൂട്ടുകാരിയാണ് അല്ല?
അല്ലെങ്കിൽ കൂട്ടുകാരുടെ മൊബൈലിൽ നിന്ന് ചേച്ചി വേണം നമ്മളെ സഹായിക്കണമെന്ന് മനസ്സിലാക്കാൻ. ഇത് കേൾക്കുന്ന നയനെ പറഞ്ഞിട്ട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ആദർശേട്ടാ, ചേച്ചിക്ക് സത്യങ്ങളൊക്കെ അറിയാം. നമ്മളെ സഹായിക്കാൻ വേണ്ടി മറിഞ്ഞു നിന്ന് കളിക്കണതെല്ലാം ചേച്ചി തന്നെയാണ്. അതായത് ഏൻ ജ്വല്ലറിയുടെ കാര്യങ്ങളും എല്ലാം നമുക്ക് പറഞ്ഞു തന്നതും, അതുപോലെ തന്നെ നമ്മുടെ നന്ദുവിനെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി, ഗുണ്ടകളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ആദർശിയുടെ മെസ്സേജ് അയച്ചതും, അനിയുടെ കാര്യങ്ങളും എല്ലാം നമ്മളെ എല്ലാം സഹായിക്കണത് നമ്മുടെ നവ്യേച്ചി തന്നെയാണ്. ഈശ്വര, എൻ്റെ ചേച്ചി മനസ്സിൽ ഇത്രയും സ്നേഹം വെച്ച് ഇത്രയും വിഷമങ്ങൾ വെച്ചിട്ട് പുറമെ ഇങ്ങനെയൊക്കെ അഭിനയിക്കുകയാണോ? ആദർശ് പറയണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തൻ്റെ ചേച്ചിക്ക് അഭിനെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും മനസ്സിലായി. അതെ, അതെ, ചേച്ചി നേരത്തെ അതൊക്കെ മനസ്സിലാക്കി. അത് മനസ്സിലാക്കിയിട്ടും ചേച്ചി മനസ്സിലാവാത്ത പോലെ അഭിനയിക്കുകയാണ്. അവർക്കിട്ട് പണി കൊടുക്കാൻ തന്നെ. അപ്പോൾ അങ്ങനെയായിരിക്കും കാര്യങ്ങൾ. ഈശ്വര, എനിക്കിതൊക്കെ എൻ്റെ ചേച്ചിനെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി തോന്നുക. വേണ്ട നയനെ, തൻ്റെ ചേച്ചി ഇങ്ങനെയൊക്കെ ഇത്രയും അഭിനയിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പുറകിൽ വ്യക്തമായിട്ടുള്ളൊരു കാരണവും കാര്യവും ചേച്ചിക്ക് ചെയ്യാനുണ്ട്. അത് നവ്യ ചെയ്യട്ടെ. താനിപ്പോൾ പോയിട്ട് നമ്മൾ സത്യങ്ങൾ മനസ്സിലാക്കിയതൊന്നും നവ്യയുടെ അറിയണ്ട. അത് മാത്രല്ല, നവ്യക്ക് ഇപ്പോൾ ചന്തുമോളോടും ഒരു അടുപ്പമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചന്തുമോൾക്ക് ഒരു മിഠായി, ചോക്ലേറ്റ് ആരോ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് അമ്മ പറയാറുണ്ടല്ലോ. എനിക്ക് തോന്നുന്നത് അത് നവ്യ തന്നെയായിരിക്കും. എന്നിട്ട് ചന്തുമോളത്ത് പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും ആരോടും ഈ കാര്യം പറയണ്ടെന്ന്. അങ്ങനെ തന്നെ ആവാനാണ് ആദർശേട്ട കാരണം എന്ന് പറയാണ് നമ്മുടെ നയന. അങ്ങനെ നവ്യാണ് എല്ലാത്തിനും പിന്നിൽ നിന്നുള്ള സത്യം നയനയും ആദർശവും മനസ്സിലാക്കുക കേട്ടോ. വീട്ടിലെത്തുമ്പോൾ നയനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ചേച്ചിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണമെന്നുണ്ട്. പക്ഷെ ചേച്ചി അഭിനയിക്കല്ലേ, ശരി, ചേച്ചിയുടെ ലക്ഷ്യത്തിലേക്ക് എത്തട്ടെ എന്ന് നയനയും വിചാരിക്കുകയാണ്. അങ്ങനെ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ജലജ ഒരു ഗെറ്റ് ടുഗദർ, അതായത് ഫ്രണ്ട്സിന്റെ ഗെറ്റ് ടുഗദർ എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ. തിരിച്ചു വരുന്ന ജലജ പുതിയ രൂപത്തിലും ഭാവത്തിലാണ് വരുന്നത് കേട്ടോ. നമ്മുടെ ചെമ്പനിരിപ്പൂലെ പഴയ ചന്ദ്രമതി ഉണ്ടല്ലോ, അതെ, അവര് തന്നെയാണ് ഇനി നമ്മുടെ ജലജയായിട്ട് അഭിനയിക്കാൻ വേണ്ടി പോണത്. അപ്പൊ ആ ഒരു സ്റ്റൈലും മട്ടും ഭാവവും ഒക്കെ മാറുന്നുണ്ട്. അതായത് നെഗറ്റീവ് റോൾ അഭിനയിക്കാൻ സൂപ്പറാണല്ലോ. അങ്ങനെ നമ്മുടെ ജലജ വരുമ്പോഴേക്കും ആദ്യം തന്നെ വരുന്നത് നമ്മുടെ നാഗേന്ദ്രനെ കുറിച്ചുള്ള രഹസ്യങ്ങൾ ആരും അറിയാതിരിക്കാൻ വേണ്ടി നോക്കാനുള്ള കാര്യങ്ങളാണ് ജലജ ചെയ്യണത്. പക്ഷെ ഇനി നമ്മുടെ ആദർശിന്റെ നയനയുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് നാഗേന്ദ്രന്റെ ആ ഒരു നിരപരാധിത്വം എല്ലാവരുടെ മുമ്പിൽ തെളിയിക്കണം. പക്ഷെ അതിനു മുമ്പ് കള്ളന്മാരെ കണ്ടുപിടിക്കണമല്ലോ. ജലജ എന്ന കള്ളീനെ കണ്ടുപിടിച്ചു. ആ ഒരു ഓസ്ട്രേലിയൻ നെക്ലസ് മുക്കിയത് ജലജയാണെന്ന്. പക്ഷേ നമ്മുടെ ജാനകിയും അജയനും എന്തോ ഒന്ന് മറക്കുന്നുണ്ട്. അത് മിക്കവാറും നാഗേന്ദ്രനെ സംബന്ധിച്ച് എന്തോ ആണെന്ന് ആദർശിനറിയാം. അതുകൊണ്ട് തന്നെ ആദർശ് നയനും ഇനി അതിന്റെ പിന്നിലാണ് സഞ്ചരിക്കാൻ വേണ്ടി പോകുന്നത്. അവരെ തടയാൻ വേണ്ടി ജലജയും ജാനകിയും മാക്സിമം ശ്രമിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനത്തെ കുറെ ഭാഗങ്ങളാണ് നമ്മൾ നാളത്തെ മറ്റന്നാളത്തെ എപ്പിസോഡിൽ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. എന്തായാലും നാളെയാണ് നമ്മുടെ പുതിയ ജലജയുടെ എൻട്രി. അതെങ്ങനെയായിരിക്കും, എപ്പിസോഡ് എങ്ങനെ കലക്കും എന്നുള്ളതൊക്കെ നമുക്ക് നാളെ തന്നെ എപ്പിസോഡ് തന്നെ കണ്ടറിയണം. നമ്മുടെ പഴയ ജലജനെ നമുക്ക് മിസ് ചെയ്യുമെന്നുണ്ടെങ്കിലും പുതിയ ജലജയുടെ പെർഫോമൻസ് നമുക്ക് നോക്കണമല്ലോ. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഏത് ജലജനെയാണ് ഇഷ്ടം എന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.